ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂട്ടൻ ഫാമിലിയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായിട്ട് ഒരു ഫാമിലി വ്ളോഗായിട്ട് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ അനിയത്തിയുടെ ഈ കാണുന്ന ആ പാവാട ഇട്ട ആളാണ് നമ്മുടെ കല്യാണ പെണ്ണ്. അപ്പോൾ അവളുടെ കല്യാണമാണ്. ഇത് കല്യാണ തലേന്നാണ് കേട്ടോ. കല്യാണ തലേന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നതാണ്. ഒരു ഉച്ച സമയമായപ്പോഴത്തേക്കാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഒരുപാട് ആൾത്തിരക്കൊന്നുമില്ല, ഞങ്ങളൊക്കെ തന്നെ ഉള്ളൂ. വൈകുന്നേരത്തേക്കാണ് ഫങ്ഷനും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ ആലപ്പുഴ ജില്ലയിലാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണ്. തലേ ദിവസം പെണ്ണും വീട്ടിൽ റിസപ്ഷൻ ഉണ്ടാവും. അപ്പം അതിനുള്ള സ്റ്റേജൊക്കെയാണ് ഈ കാണുന്നത്. ആ സൈഡിൽ വെച്ചിട്ട് അവിടെയാണ് സ്റ്റേജ് കാണുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉച്ച സമയത്തായിട്ടോ വന്നത്. ഏകദേശം ഒരു 11 മണിക്ക് ശേഷമാണ് ഞങ്ങൾ വന്നത്. അപ്പം ഇത് വീടിനുള്ളിലാണ് കാണുന്നത്. മോളുണ്ട്, സാന്ദ്രയുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കല്യാണ പെണ്ണിൻ്റെ വീട്. ഇത് ഞങ്ങളുടെ ചിറ്റയാണ്. അപ്പോൾ ചിറ്റ മരിച്ചിട്ട് ഏകദേശം 2 വർഷത്തോളം ആവുന്നു. ഇത് ഞങ്ങളുടെ മാമനാണ്. അമ്മയുണ്ട്, മാമനും അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഉച്ച നേരത്താണല്ലോ വന്നത്. അപ്പോൾ പിന്നെ ആദ്യമേ എന്തെങ്കിലും കഴിക്കണമല്ലോ. ഇത് ആമിയാണ്. ആമിയുണ്ട്, അമ്മുണ്ട്. ഇപ്പോൾ സദ്യയൊക്കെ വിളമ്പുവാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു സദ്യ പോലെ ഉണ്ടാവും ഇവിടെ. അത്യാവശ്യം വരുന്ന നമ്മളുടെ ബന്ധുക്കാർക്ക് എല്ലാവർക്കും ഫുഡ്. ഇപ്പം ഞങ്ങളിത് കാറ്ററിംഗ് ആയിരുന്നു കേട്ടോ. പാചകമായിട്ടൊന്നും അവിടെ ചെയ്തില്ല, കാറ്ററിംഗ് ആയിരുന്നു. അപ്പം അയൽപ്പക്കത്തുള്ളവരും തൊട്ടടുത്ത സുഹൃത്തുക്കളും അതുപോലെ നമ്മളെപ്പോലുള്ള ബന്ധുക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും അപ്പോൾ ആ നേരത്തെ ഉണ്ണാനുണ്ടാവും. ഇതാണ് സ്റ്റേജ്. വീട്ടിൽ വെച്ച് തന്നെയാണ് കേട്ടോ കല്യാണം. ഇവിടെ കല്യാണം കൂടുതലും വീട്ടിലാണ് നടത്താറുള്ളത്. ഓഡിറ്റോറിയത്തിൽ കുറച്ച് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇന്ന് വീട്ടിൽ തന്നെയാണ് കല്യാണം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു മണ്ഡപമാണ് കാണുന്നത്. നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു സ്റ്റേജിൽ കുറച്ചുകൂടെ ഇതുപോലെ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അവർക്ക് സെറ്റിങ്സൊക്കെ ചെയ്യാനുണ്ട്, പൂക്കളും കാര്യങ്ങളൊക്കെ. മണ്ഡപമായിട്ടും കൂടെ ഒരുക്കണം. ഇപ്പോൾ പക്ഷേ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു സെറ്റപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പെണ്ണും ചെക്കനും. അവരുടെ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ചെറിയൊരു കട്ടൗട്ടാണ് ഈ കാണുന്നത്. ആര്യ ആൻഡ് അരുൺ എന്നാണ് പേര്. ആര്യ ആൻഡ് അരുൺ, നല്ല കോമ്പിനേഷനുള്ള പേര്, നല്ല ചേർച്ചയുണ്ട്. അപ്പോൾ സമയം ഇങ്ങനെ വൈകുന്നതനുസരിച്ച് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറാനുള്ള തിരക്കിലേക്കാണ്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. അങ്ങനെ ചടങ്ങുകളൊക്കെ ആരംഭിക്കാനുള്ള സമയമായി. ഒരുപാട് പല പല വീഡിയോസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ചതാണ്.
അപ്പോൾ കുഞ്ഞൂസ് ആദ്യമേ ഫുഡ് വാങ്ങിച്ച് കഴിച്ചാൽ പിന്നെ വിശപ്പാവുമല്ലോ. തിരക്കാക്കി കഴിഞ്ഞാൽ പാടായതിന് പേരിൽ മോക്ക് ആദ്യമേ തന്നെ ആഹാരം കൊടുത്തു. ബിരിയാണി ആയിരുന്നു കേട്ടോ. ഫംഗ്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 5 മണിക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ പയ്യൻസ് നേരത്തെ വന്നു. അപ്പോൾ തലേന്ന് കല്യാണ വീട്ടിലേക്ക് ഓടി കൊടുക്കാനായിട്ട് വരുന്ന ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നേ തന്നെ പയ്യൻ ആദ്യമേ വന്നു. അവരുടെ ഒരു ക്യാമറ സെറ്റിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ് സെറിമണി ഉണ്ടായിരുന്നു. അപ്പോൾ ആമയാണ് കേക്കൊക്കെ കൊണ്ടുവന്നത്. ഇതിൽ കുറേ നമുക്ക് വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, തിരക്കായതിൻ്റെ പേരിൽ. അപ്പോൾ അവൾ കൂട്ടുകാരൊക്കെ വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക് വരാനായിട്ട്. എല്ലാവരും ഫോട്ടോ എടുപ്പായി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവളെ പറയാൻ. ഒരു 6-7 മണിയായപ്പോഴായിരുന്നു കേക്ക് കട്ടിങ്. ഇത് ആര്യയുടെ ഫ്രണ്ട്സാണ്. ഇവരൊക്കെ മലപ്പുറത്ത് നിന്ന് വന്നതാണ്. ആര്യ മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത്, നേഴ്സാണ്. അപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പയ്യൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വേറെ ആരെയും വിളിക്കുന്നുണ്ട്, ആരെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ആര്യയുടെ ഫ്രണ്ട്സും ആയിട്ട് ഇതേ പയ്യൻസുമായിട്ട് ഇന്ന് കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പില്ല. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടുപേരും പരസ്പരം കേക്കൊക്കെ വായിൽ വെച്ച് കൊടുക്കുക. ഇത് പിന്നീട് പയ്യൻ്റെ വീട്ടിൽ നിന്ന് ആര്യയ്ക്ക് ഡ്രസ്സ് കൊണ്ടുവന്ന ചടങ്ങാണ് ഈ കാണുന്നത്. അത് കുറച്ചുകൂടെ കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ അവിടുത്തെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. സാരി ഉടുക്കാനുള്ള സാരി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനോട് കൂടിയാണ് തലേന്നത്തെ ഇവിടുത്തെ പ്രോഗ്രാം കഴിയുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്. ഈ കല്യാണ വീഡിയോയും റിസപ്ഷൻ വീഡിയോസും ഒക്കെ അടുത്ത 2 പാർട്സായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യണം.
കല്യാണത്തിന് ഉടുക്കാനുള്ള കല്യാണ സാരിയാണ് കൊടുത്തിരിക്കുന്നത്. കല്യാണ വീഡിയോ അടുത്ത പാർട്ട് 2 ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.